ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ അല്ലെങ്കിൽ പത്രം നോക്കിയാൽ മനസ്സ് മരവിച്ചു പോകുന്ന ഒരു വാർത്തയേ ഉള്ളൂ അല്ലേ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അർഷിത് എന്ന കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് എപ്പോഴും മാറുന്നുണ്ടാവില്ല അല്ലേ. ഒരുപക്ഷെ ആ കുഞ്ഞ് സംസാരിക്കാൻ അറിയാമായിരുന്നു എങ്കിൽ തനിക്ക് നേരിട്ട വേദനകൾ ആരോടെങ്കിലും തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ ജീവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഈ ഒരു സംഭവം വെറുമൊരു ക്രൈം വാർത്തയായി കണ്ട് ഫോൺ സ്ക്രോൾ ചെയ്ത് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു വലിയ പാഠമാണ് അല്ലേ. ഈ കേസിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മൂമ്മയുണ്ടല്ലോ, പലവട്ടം ആ കുഞ്ഞിനെ വളർത്താൻ തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അമ്മ അത് സമ്മതിച്ചില്ല. ഒരുമിച്ച് ജീവിക്കാനും കുഞ്ഞ് തടസ്സമാണെന്ന് കരുതിയാണ് അവർ ആ ക്രൂരത ആ കുട്ടിയോട് ചെയ്തത്. എന്താ അല്ലേ. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സുരക്ഷിതത്വമുണ്ടല്ലോ, ആ സുരക്ഷിതത്വം തന്നെയാണ് ഇവിടെ കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നത്. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു ദയയുമില്ലാതെ തന്നെ ഉപദ്രവിക്കാൻ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് സാധിക്കുക. മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ നമ്മൾ ആരും ഇന്ന് തയ്യാറെടുക്കുന്നില്ല അല്ലേ. നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് നടക്കുന്നതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, സമയമില്ല. ഈ കുഞ്ഞ് ദിവസങ്ങളായി മർദ്ദനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഈ അയലത്തുള്ളവർ ഇപ്പോൾ പറയുന്നുണ്ട്. അല്പം കൂടി ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ കൃത്യസമയത്ത് പോലീസിനെയോ ചൈൽഡ് ലൈനെയോ അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുരുന്ന ജീവൻ ഇന്ന് ഇവിടെ ഉണ്ടാവുമായിരുന്നു അല്ലേ. എന്തൊക്കെയായാലും കേസ് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ കോടതി വിധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ് യു.